ഓ ഇനി പറ, എന്താ തന്റെ പ്രശ്നം? വണ്ടി ഇറങ്ങിയപ്പോഴേ ഞാൻ കരുതിയതാ വിഷ്ണു എന്തെങ്കിലും കാര്യത്തിന് ഓടി വരുമെന്ന്. എന്റെ പ്രശ്നങ്ങൾ ഇവിടെ രാമേട്ടനോട് ചേച്ചിയോടല്ല, ഞാൻ വേറെ ആരോട് പറയുന്നത്? മുഖവരെ ആവശ്യത്തിലും കൂടുതലായി. താൻ കാര്യം പറ. 3 ദിവസമായി രാമേട്ട ഞാൻ ഉറങ്ങിയിട്ട്. അതാണോ തന്റെ പ്രശ്നം? എങ്കിൽ കുറച്ചേരം ഇവിടെ കിടന്ന് ഉറങ്ങ്. അതല്ല രാമേട്ട, 3 ദിവസമായി ഞാൻ ലോഡ്ജിന് പുറത്താ. എന്തിന്? ഒരു കട്ടിൽ 2 പേര് കിടക്കുന്നു പറഞ്ഞ ഹൗസ് ഓണർ ബഹളം. രണ്ടാമതൊരാളെ കൂടെ പാർപ്പിക്കാൻ തന്നോട് ആരാ പറഞ്ഞു? കട്ടിലിന്റെ പകുതി വാടക തരാൻ ഏറ്റവുണ്ടല്ലേ. അങ്ങനെ ആവുമ്പോ ഞാൻ മാസം 300 രൂപ വാടക കൊടുക്കുന്ന 150 രൂപ ലാഭിക്കല്ലോ എന്ന് കരുതി. എന്നിട്ടിപ്പോ എന്താവാൻ? അവൻ എനിക്കൊരു ചില്ലിക്കാച്ച് തരുന്നില്ലെന്ന് മാത്രമല്ല, 2 ആള് കിടക്കുന്നു പറഞ്ഞ് 300, 600 രൂപ ഹൗസ് ഓണർ ഗോസായിന്റെ മേടിക്കുന്നത്. എന്നിട്ട് 300 ഞാൻ അരിഷ്ടിച്ചില്ലേ കൊടുക്കുന്നത്. അതും പോരാ, അവനെ പോറ്റാനുള്ള കഴിവ് എനിക്കുണ്ടോ? ഇതൊന്നും എന്നോട് അഭിപ്രായം ചോദിച്ചിട്ടല്ലോ താൻ ചെയ്തത്. എനിക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോയി. അബദ്ധം പറ്റിയെന്നുള്ളത് തന്നെ സംബന്ധിച്ച് പുതിയ വാർത്തയല്ല. എവിടെങ്കിലും പോയി എന്തെങ്കിലും പുരുവാനുണ്ടാക്കിയിട്ട് ഞാനിപ്പോ എന്താ ചെയ്യേണ്ട രാമേട്ട, ഇതൊക്കെ പോട്ടെ. ഈ രാമേട്ട ഇപ്പൊ എന്താ ചെയ്യണ്ടേ? രാമേട്ടൻ തന്നെ ഹൗസ് ഓണറെ കണ്ട് കാര്യങ്ങൾക്ക് ഒരു ഒത്തുതീർപ്പുണ്ടായി തരണം. അത്രയല്ലേ ഉള്ളൂ. ഞാൻ ഇതൊക്കെ ഒന്ന് മാറ്റി കുളിച്ചിട്ട് ഇങ്ങോട്ട് വരാം. അതുവരെ ഒന്ന് ക്ഷമിക്ക്. अबे तक वो चाकू नहीं पैदा हुआ जो राजू को लग जाए। पहले जाकर चिड़िया मारना सीखो यार। ऐसा बोल के शत्रुघ्न विलन को पकड़ता है। विलन को ये नहीं मालूम कि शत्रुघ्न उनका बेटा है और शत्रुघ्न और अनिल कपूर दोनों भाई हैं। लेकिन मीनाक्षी शेषाद्री मां बनने वाली है। फिर क्या हुआ पूछो? ये मीनाक्षी शेषाद्री अनिल कपूर के पास आकर बोलती है, क्या तुमने क्या कर दिया? अब आता है अमरीश पुरी, श्रीदेवी के पास जाता है। श्रीदेवी को ये नहीं मालूम कि अमरीश पुरी उसके अंदर है। अमरीश पुरी श्रीदेवी को रेपिंग करना चाहता है। फिर टेंशन, उस वक्त आता है अनिल कपूर। अയ്യോ, ഇതപ്പോ ഒന്ന് നാട്ടിന്ന്. രാമേട്ടൻ വന്നല്ലോ. ഇനി സാധനങ്ങൾ എടുത്ത് വെക്കാലോ. പ്രശ്നങ്ങളെല്ലാം സോൾവ് ആവുന്ന എനിക്ക് ഉറപ്പായി. പ്രശ്നം സോൾവ് ആയി. നിന്നെ ഇതിനകത്ത് ഇനി കയറ്റരുതെന്ന് തീരുമാനം എടുത്തിട്ടുണ്ട്. ആ തീരുമാനം നടപ്പിലാക്കാൻ ഹൗസ് ഓണറോട് പറയാൻ വേണ്ടിയിട്ടാണ് രാമേട്ടൻ കുട്ടി ഇങ്ങോട്ട് വന്നത്. തമാശ വരണം രാമേട്ടൻ. രാമേട്ടന് ചായ വേണ്ടേ? രാംകിഷൻ ചായ ജൽദി ലാനാ. സുഖിപ്പിക്കല്ലേ മോനെ രാജേന്ദ്ര. നീ കൂടെ താമസിക്കുമെന്ന് അറിഞ്ഞപ്പോ തന്നെ ഞാൻ ഇവനോട് പറഞ്ഞതാ, നീ ഒട്ടിയാ പിന്നെ വിടില്ലാന്ന്. നിന്നെ എനിക്ക് അറിഞ്ഞൂടെ രാമേട്ട? ഞാൻ ഇവിടെ സ്വസ്ഥമായിട്ട് സമാധാനമായിട്ട് കഴിഞ്ഞു വരികയായിരുന്നു. മുമ്പ് താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് പറഞ്ഞു വിട്ടപ്പോ 2-3 ദിവസം പുതിയ സ്ഥലം ശരിയാവുന്നവരെന്ന് പറഞ്ഞ് എന്റെ കൂടെ കയറി കൂടിയവന് ഇപ്പൊ മാസം 2 ആയി. വാടക കൊടുക്കാതെ ഒരു കട്ടിൽ 2 പേര് കിടക്കാൻ ഹൗസ് ഓണർ സമ്മതിക്കോ? അതിന് ഞാൻ വാടക തരില്ലാന്ന് പറഞ്ഞില്ലല്ലോ. തൽക്കാലത്ത് ഒരു അഡ്ജസ്റ്റ്മെന്റ് നീ കൊടുത്തന്നല്ലേ ഉള്ളൂ. അതിനി പറ്റില്ല എന്നാ പറഞ്ഞത്. നീ കാരണം ഞാനിപ്പോ റോട്ടിലായി. അങ്ങനെ വലിയ ത്യാഗം ചെയ്യാൻ നീ എന്റെ ആത്മാർത്ഥ സുഹൃത്തൊന്നും അല്ലല്ലോ. ഇവൻ ഇങ്ങനെ കണ്ണിച്ചോരയില്ലാത്ത വർത്താനം പറയാൻ ഞാൻ എന്ത് തെറ്റി രാമേട്ട? തെറ്റും ശരിയൊന്നും ആരും ഇവിടെ പ്രസ്താവിക്കണ്ട. നിന്റെ കൂട്ടുകെട്ട് ഇവന് ശരിയാവില്ല. നല്ല തറവാട്ടിന്ന് വന്ന പയ്യനാ ഇവൻ. നീ വേറെ സ്ഥലം നോക്ക്. രാമേട്ടൻ എന്നെ കൈയൊഴിയാണോ? 12 കൊല്ലമായി ഞാൻ ബോംബെ വന്നിട്ട്. രാമേട്ടൻ എന്നെ കാണാൻ തുടങ്ങിയിട്ടും കൊല്ലം 4-5 ആയി. യോൻ പറയും പോലെ എന്തെങ്കിലും അന്തസ്സേട്ട പെരുമാറ്റം എന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടുണ്ടോ? പിന്നെ കുറെയൊക്കെ ലാത്തി അടിക്കും, അല്പം സ്വല്പം ഓസിന്നിരിക്കും. അതൊക്കെ നിവർത്തിയിട്ടുണ്ടല്ലോ രാമേട്ട. 2 മാസമായി ഞാൻ ഇവന്റെ കള്ള സെന്റിമെന്റ്സ് കേൾക്കാൻ തുടങ്ങിയിട്ട്. ഇത്തിരി സ്വാതന്ത്ര്യം കൊടുത്തപ്പോ തലേ കയറാൻ നോക്കുക. വയ്യ രാമേട്ട. രാമേട്ടൻ തന്നെ ഹൗസ് ഓണറെ കണ്ട് എന്തെങ്കിലും തീരുമാനം ഉണ്ടാക്കിയേ പറ്റൂ. അതാണ് എനിക്കും പറയാനുള്ളത്. രാജേന്ദ്ര, എന്തോ നീ നിന്റെ പെട്ടി സാധനങ്ങളൊക്കെ എടുത്തിറങ്ങും. രാമേട്ട പറഞ്ഞത് കേട്ടില്ല. പെട്ടി സാധനം എടുത്ത് പുറത്തേക്ക് ഇറങ്ങാൻ. രാമേട്ട 1 മിനിറ്റ്. വിഷ്ണു, നാട് വിട്ട് ഇവിടെ വന്ന് കഷ്ടപ്പെടുന്ന ഒരു മലയാളിയുടെ വേദന നമുക്കൊക്കെ അറിയാവുന്നതാണല്ലോ. എന്തൊക്കെയായാലും ഇത്രയും നാൾ നമ്മൾ ഒരുമിച്ച് ഇടപഴകിയതല്ലേ. പെട്ടെന്ന് അങ്ങനെ ഇറക്കി വിടാന്ന് പറഞ്ഞാൽ അതൊരു മനുഷ്യത്വമില്ലായ്മ ആവില്ലേ? അവൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നീ അതങ്ങ് ക്ഷമിച്ചു. ഹൗസ് ഓണറോട് ഞാൻ പറഞ്ഞ് സമ്മതിപ്പിക്കാം. വേറൊരു മുറി ശരിയാവുന്നവരെ അവൻ ഇവിടെ താമസിക്കട്ടെ. വാടകയൊക്കെ അവൻ തരും. തൽക്കാലം ഈ മാസം കൂടി നീ കൊടുക്കും. എനിക്ക് ഓഫീസിൽ പോകേണ്ട സമയമായി. ആ മോനാ പെട്ടിക്ക് എടുത്തകത്ത് വെച്ചു. अथ श्री महाभारत कथा। महाभारत महाभारत ओ भारत ओ भारत। साहब, ये मलबार का स्पेशल क्वालिटी सिगार है, आपके लिए मंगवाया। थैंक यू थैंक यू। ये छोड़ दीजिए साहब, ये टेस्ट करिए। साहब आपका सॉरी साहब, साहब आपका ब्लड प्रेशर? कोई फिक्र की बात नहीं। अच्छा साहब। कैसा है साहब?
ब्लड प्रेशर? नहीं साहब, ये सिगार। हाँ, बहुत अच्छा है। अच्छा होगा साहब, फर्स्ट क्वालिटी है ना। मॉर्निंग पिताजी। गुड मॉर्निंग बेटी। राजेंद्रन, साहब। उसे कॉलेज छोड़ो। ठीक है साहब। और देखो साहब गाड़ी तेज नहीं चलाना। जरूर साहब। आइए मैम साहब, बैठिए मैम। ഗുഡ് മോർണിംഗ് குட் மார்னிங். என்ன விஷ்ணு, உங்க ராமேட்டன் ஊர்ல இருந்து வந்தாச்சா? சார். வரும்போது என்னமோ கேரளா ஸ்பெஷல் ஆயுர்வேதிக் டானிக் கொண்டு வரேன்னு சொன்னாங்களே, என்னோட கேஸ் ட்ரபிளுக்கு. நீ கேட்டியா? മറന്നു വെച്ചു സാർ. ഇങ്ങോട്ട് വരുന്ന ധൃതിയിൽ ഓർത്തില്ല. சரி, நாளைக்கு என்ன கொஞ்சம் கான்டாக்ட் பண்ண சொல்லு. ശരി സാർ. गुड मॉर्निंग सर। गुड मॉर्निंग। குட் மார்னிங் சார். गुड मॉर्निंग। साहब चाय लाऊं साहब? हाँ ठीक है। जी साहब। माफ कीजिए साहब। कौन? बलविंदर? राजेंद्र यार, राम राम। एक चाय जल्दी लेना साहब के लिए, शक्कर मत डालना, ठीक है? हाँ। സാർ തന്റെ ആ ഓവർ ടൈമിന്റെ കാര്യം ഞാൻ റെക്കമെൻഡ് ചെയ്യണോ വേണമെന്നില്ല. സ്റ്റാഫിന്റെ അടുത്ത്? മാനേജർ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. അല്ല, ഞാൻ പറയുമ്പോ അതിന്റെ കാർ ഡ്രൈവറുടെ പോസ്റ്റ് മാനേജറുടെ മുകളിലാന്ന് എനിക്ക് തോന്നുന്നില്ല. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ അങ്ങനെയും സംഭവിക്കാം. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ചൗപ്പാട്ടി കടപ്പുറത്ത് അജ്ഞാത ജഡങ്ങൾ കരക്കടിഞ്ഞു എന്നും കേൾക്കാറുണ്ട്. ദേ, എന്താ என்ன ராஜேந்திரா, ஆபீஸ் டைம்ல விளையாட்டா? സാർ നാങ്ക തിക് ഫ്രണ്ട്സ് എപ്പോ இந்த மாதிரி தான் വിളയാട്ട്. അയ്യോ, സാബിന് ഗുളി കൊടുക്കാൻ സമയമായി. സാർ എവനെ ഇവിടുന്ന് ചവിട്ടി പുറത്താക്കാൻ എന്തെങ്കിലും ഒരു മാർഗമുണ്ടോ? அட பொழைச்சு போட்டோம். സാർ പൊഴച്ചപ്പെടുന്ന പറഞ്ഞാൽ ശരിയാവില്ല. എവനെ വിഷ്ണു, സാബ് അന്തർ ബുലാത്തെ ചെല്ല്. फ्रेंडशिप அவ்வளவுதான். सब चाय कॉफी या कुछ डंडा मंगा। டிரைவருக்கு ஆபீஸ்ல என்ன வேலை? सब संभालता सब मैं। கீழே போய் வேலையை பாரு. सॉरी ओ। सर, मन्निச்சிடுங்க சார். போ. हाउस नंबर 426 किधर है? ऊपर है. ഇവിടെ ആരുമില്ല. ഹേയ്, ഇയാളെന്താ ഇവിടെ കിടന്ന് ഡാൻസ് കളിക്കണേ? അല്ലേ ഓറഞ്ച് വീണപ്പോ ഞാനൊന്ന് ആഹാ. എടുത്ത് തുടങ്ങി. കുട്ടിയെപ്പോ വന്നു? വന്നതേ ഉള്ളൂ. ഞങ്ങള് സിന്ധുവിന് ഡോക്ടറെ കാണിക്കാൻ പോയതാ. താൻ അറിയോ ഈ കുട്ടിയെ? ഇല്ല, ഇപ്പൊ കണ്ടോളൂ. നാട്ടിൽ നിന്ന് മടങ്ങുമ്പോ ട്രെയിനിൽ വെച്ച് പരിചയപ്പെട്ടതാ. അരുന്ധതി തന്റെ അടുത്ത നാട്ടുകാരിയാ, ചെർപ്പളശ്ശേരി. മാത്രല്ല തന്നെ പോലെ തന്നെ ഒരു അമ്പലവാസിയാ. ഇയാളറിയോ? ഇല്ല. ഇതാണ് വിഷ്ണു. ഇയാളെ പറ്റി അങ്ങനെ ഒറ്റ വാചകത്തിൽ പറഞ്ഞാൽ ശരിയാവില്ല, ഒരുപാട് പറയാനുണ്ട്. ഒക്കെ പിന്നെ പറഞ്ഞുതരാം. വാ. അല്ലേ? സിന്ധുവിന് എന്താ അസുഖം? കൊച്ചിലെ തൊട്ടുള്ളതാ. ശ്വാസമുട്ടന്റെയാ. തുടങ്ങിയ പിന്നെ ഒരാഴ്ചത്തേക്ക് കണ്ടു നിൽക്കുന്നവർക്കൂടെ പ്രയാസമാ. ഓ, താൻ അവിടെ ഇരിക്കി, ഞാൻ ഈ വേഷമൊക്കെ ഒന്ന് മാറട്ടെ. ഞാൻ ഈ ഇവർക്ക് എന്തെങ്കിലും കുടിക്കാൻ എടുക്കും. അരുന്നതി ഇരിക്കൂട്ടോ, ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. ട്രെയിനിൽ വെച്ച് ചേച്ചി പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. എന്ത്? ഡാൻസ് സ്റ്റെപ്സ് ഒക്കെ ഞാൻ മറന്നു കൂട്ടി. അതൊക്കെ ചേച്ചി ചുമ്മാ പറയുന്നതാ. ചെർപ്പളശ്ശേരിയിൽ എവിടെയാ വീടുന്ന പറഞ്ഞത്? അമ്പലത്തിന്റെ തൊട്ടടുത്താ. ഒരിക്കൽ ഞാൻ അവിടെ വന്നിട്ടുണ്ട്, അമ്പലത്തിലെ ഉത്സവത്തിന്. കുട്ടിക്ക് ഓർമ്മയുണ്ടാവുന്നറിയില്ല. ഒരു കൊല്ലം ഉത്സവത്തിന് വെടിക്കെട്ട് കിടക്കുമ്പോ ഊട്ടുപരിക്ക് തീ പിടിച്ചൊരു 12 പേര് മരിച്ചില്ലേ? അന്ന് ഞാനവിടെ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ ഇയാളുടെ കാര്യങ്ങൾ ഒറ്റ വാചകത്തിൽ പറഞ്ഞാൽ ശരിയാവില്ല എന്ന്. ചെർപ്പളശ്ശേരി അമ്പലത്തിൽ ഉത്സവം കാണാൻ പോയപ്പോ വെടിക്കെട്ടിൽ 12 ആള് മരിച്ചു. ഒരിക്കൽ 2 ഓണത്തിന് തൃശ്ശൂർ കൂട്ടുകാരുമായിട്ട് സിനിമ കാണാൻ പോയപ്പോ ബസ് പാടത്തേക്ക് മറിഞ്ഞ് 7 ആള് മരിച്ചു. തമാശകളെ രാമേട്ട. തമാശയോ? താൻ തന്നെ എന്നോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളല്ലേ. ദേ, ഇവിടെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. എന്നാണ് ആ ഈ കെട്ടിടം ഇടിഞ്ഞു പൊളിഞ്ഞു വീണ് ഞങ്ങൾ എല്ലാവരും അങ്ങോട്ട് കൊണ്ടുപോണേ. ഇങ്ങനെയാണോ ആദ്യമായിട്ട് ഒരാളിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നത്? നിങ്ങൾ നല്ല ആളാ. അരുന്ധതി എന്ത് വിചാരിക്കും വിഷ്ണുവിനെ കുറിച്ച്? എന്ത് വിചാരിക്കാൻ? ഇങ്ങനെയും ചില ആൾക്കാർ ബോംബെയിലുണ്ടെന്ന് ഞാൻ ആ കുട്ടിക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുന്നുള്ളൂ. തനിക്ക് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല.
തുമ്പപ്പൂവിന്റെ നിറം, നല്ല നീണ്ട കണ്ണുകൾ, മുട്ടറ്റം വരെ മെടഞ്ഞിട്ട് തലമുടി, തനി വള്ളുവനാടൻ സ്ലാങ്ങിലുള്ള സംസാരവും. നമ്മൾ ഈ MTയുടെ ഒക്കെ കഥകളിൽ വായിച്ചിട്ടുള്ള ഏതോ അമ്മണിക്കുട്ടിയോ നന്ദിനിയൊക്കെ പോലുണ്ട്. ഇവിടെ ഏതോ ഓഫീസിലെ ടൈപ്പിസ്റ്റാ. ഞങ്ങളുടെ നാട്ടിൽ നിന്ന് കഷ്ടിച്ച് 25 കിലോമീറ്റർ ദൂരമുള്ള കുട്ടിയുടെ വീട്ടിലേക്ക്. ചുരുക്കി പറഞ്ഞ ഒരു പ്രേമം തുടങ്ങാനുള്ള എല്ലാ അന്തരീക്ഷമായി. ഇനി വൈകിക്കണ്ട. ഉപദേശം വല്ല ആവശ്യമുണ്ടെങ്കിൽ അപ്പ ചോദിച്ചാൽ മതി. റിഡക്ഷൻ റേറ്റിൽ വിൽപ്പനയ്ക്കുണ്ട്. എന്തായാലും ഈ കാര്യത്തിൽ നിന്റെ ഉപദേശം എനിക്ക് ആവശ്യമില്ല. നീ നിന്റെ കാര്യം നാറാതെ നോക്കിയാൽ മതി. രാജേന്ദ്രൻ നിനക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. എടാ, കോടീശ്വരനായ സേട്ടുവിന്റെ ഏക മകളെ വളച്ചൊതുക്കാൻ ഒരു തുക്കട ഡ്രൈവറായി എനിക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്റെ മിടുക്ക് തന്നെയാണ്. അസൂയപ്പെട്ടത് കാര്യമില്ല. അത് നിന്റെ നാവിന്റെ പിടുക്ക്. എടാ, ലൈസൻസ് ഇല്ലാത്തൊരു നാവുണ്ടെങ്കിൽ ഈ രാജ്യത്ത് ആർക്ക് എന്ത് സാധിക്കാം. എങ്കിലും എന്തുകൊണ്ട് നിനക്ക് സാധിക്കുന്നില്ല? എനിക്ക് കുറച്ചാലും കൂടി ജീവിച്ചിരിക്കുന്ന ആഗ്രഹമുള്ളതുകൊണ്ട്. അത് മുടൻ തന്നെയാണ്. എടാ, ലൈഫിൽ എന്തിനൊരു ത്രില്ല് ഉണ്ടാവണം. എന്തും ഫേസ് ചെയ്യാനുള്ള ചങ്കൂറ്റം വേണം. എങ്കിലും ഈ ആണാണെന്ന് പറഞ്ഞ് നടക്കുന്നതിൽ കാര്യമുള്ളൂ. ഉദാഹരണത്തിന് എന്റെ കാര്യം തന്നെ. അയ്യോ കരീം ഭായ്, എടാ, ലൈഫിൽ എന്തും ചെയ്യാനുള്ള ത്രില്ല് വേണം, എന്തും ഫേസ് ചെയ്യാനുള്ള ചങ്കൂറ്റം വേണം. ഇന്ന് ഞാൻ പിടിച്ചു കൊടുക്കും. കാണിച്ചു കൊടുക്കും. വിഷ്ണു, നീ എന്താ ബറാത്ത് രാവിലെ കോയിലെ പിടിക്കാൻ നടക്കണേ? മൊയിലാരെ കേൾക്കാൻ നടക്കണേ? തും ചാലു കറോ. കരിമ്പ എന്താ ഇവിടെ? ഇന്ന വഴിക്ക് നടന്നുകൂടൊന്നും നടന്നിരിച്ചിട്ടൊന്നുമില്ലല്ലോ മുംബൈയില്. ഇത് നമ്മളെ ബിസിനസ് അല്ലേ? ഓരോരുത്തന്മാര് രാവിലെ കുടിന് മുമ്പിൽ അന്ന് ക്യൂ നിൽക്കും പൈസ മേടിച്ചോണ്ട് പോകാൻ. വൈകുന്നേരം ഞാൻ പിരിവിനിറങ്ങണം കൊടുത്ത മുതലും പലിശ തിരിച്ചു കിട്ടാൻ. അതും എന്തൊക്കെ വെട്ടും കുത്തും നടത്തിയിട്ടാണ് തിരിച്ച് മേടിച്ചെടുക്കണതെന്ന് അറിയോ? ഈ 2 അൽശേഷന്മാരെ തീറ്റയും കൊടുത്ത് കൊണ്ടിരിക്കണ വെറുതെ ഒന്ന് കണ്ണുർച്ചാലേ ഇവറ്റകളൊക്കെ ഒന്ന് പേടിക്കുള്ളൂ. മര്യാദയ്ക്കാണെങ്കിൽ കരീംഭായ് ബഹുത്ത് അച്ഛ ആത്മീയ. തെറ്റിയാൽ എവിടുന്നാണ് ശക്തി വരുന്നത് എനിക്ക് തന്നെ അറിയില്ല. കൊല്ലം കോരായിലെ മുംബൈയില് എത്ര വമ്പന്മാരെ കണ്ട് ആരൊക്കെ വന്ന് പോയി. പിന്നെ നിന്റെ കൂടെ താമസിക്കുന്ന ആ ഹിമാലയ രാജേന്ദ്രൻ ഉണ്ടല്ലോ, അവനോട് പറഞ്ഞിക്കണ്ടി എന്നെങ്കിലും കരീംഭായിന്റെ കൈ കിട്ടുന്നു. ഇവൻ പല വകയിലും പലപ്പോഴായിട്ട് 10-2000 ഉറുപ്പ്യനോട് വാങ്ങിക്കൊണ്ടായിട്ടുണ്ട്. ഇപ്പൊ പലിശയില്ല, മുതലുമില്ല. പിന്നെ നാട്ടുകാരനാണ്, നിന്റെ ചെങ്ങായിയാണ് എന്നുള്ള നിലക്കൊക്കെ ക്ഷമിച്ച് അവൻ നേരാവില്ലട്ടോ. അവന് ഈ അൽസേഷന്മാരെ കൊണ്ടൊന്ന് കൈകാര്യം ചെയ്യാറുന്നില്ല കരിമ്പായി. അതിന്റെ ഒന്നും ആവശ്യമല്ല. അവൻ എന്റെ കൈ കിട്ടിയ മുറുക്ക് പൊടിക്കുമ്പോൾ പൊടിക്കൂല. നിന്നായിട്ട് സംസാരിച്ചിരുന്ന എന്റെ പണി നടക്കൂല. ആ തല വരെ പിരിവെടുക്കണം. ചലോ. इसके लिए कैसे शुक्रिया अदा करो दोस्त? कितना हुआ भाई? 5 रुपया. सिर्फ 5 रुपए? 5 रुपया. भाई शुक्रिया. ഗുഡ് ഈവനിങ് മിസ് അരുന്ധതി. ഗുഡ് ഈവനിങ്. മാറ്റൻ വിളിച്ചത്? ഒരു നിമിഷം എന്റെ മുറിയിലേക്കൊന്ന് വരൂ. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് മിസ് അരുന്ധതിക്ക് അറിയാമോ? മേട്ടന്റെ വിവാഹ വാർഷികം. എങ്ങനെ മനസ്സിലായി? രാവിലെ മേട്ടൻ പറഞ്ഞിരുന്നു, സ്വീറ്റ്സും തന്നു. യെസ് യെസ്. 30 വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലെ ഒരു ഫൈൻ തേഴ്സ്ഡേ ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. അന്ന് ഐ വാസ് സ്വീറ്റ് 17. ഞാൻ എന്റെ ഡ്രസ്സ് വാഷ് ചെയ്യായിരുന്നു. അത് കഴിഞ്ഞു വന്നിട്ട് ആ നല്ല നാളുകൾ എത്ര പെട്ടെന്നാണ് കഴിഞ്ഞു പോയത്. ഗോഡ് വാസ് ക്രേസി. മിസ് അരുന്ധതിക്ക് അറിയാമോ? മേട്ടൻ തന്നെ പലതവണ പറഞ്ഞിട്ടുണ്ടല്ലോ, 6 മാസം കഴിഞ്ഞ് ഒരു കാർ ആക്സിഡന്റിൽ അദ്ദേഹം മരിച്ചു എന്നും പിന്നെയുള്ള കാലം മുഴുവൻ അദ്ദേഹത്തിന്റെ ഓർമ്മകളുമായി ജീവിക്കണമെന്നൊക്കെ. യു ആർ റൈറ്റ്. ആ ഓർമ്മകളുമായി ഞാൻ ഇപ്പോഴും ജീവിക്കുകയാണ്. എന്തിനു വേണ്ടിയാണെന്ന് മിസ് അരുന്ധതിക്ക് അറിയാമോ? ഞാൻ റൂമിലേക്ക് പോട്ടെ മാഡം, കുറച്ച് ജോലി ഉണ്ടായിരുന്നു. 1 മിനിറ്റ് കണ്ണടച്ച് പ്രാർത്ഥിച്ചോളൂ. മിസ്സസ് അച്ചാമ്മയുടെ വാച്ച് ഉണ്ടല്ലോ? ഉണ്ട്. ഇപ്പൊ സമയം എത്രയായി? 7:20. ഞാൻ പലതവണ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്, ഷാർപ്പ് 7 o'clock ഹോസ്റ്റലിൽ എത്തിയിരിക്കണമെന്ന്. ബട്ട് യു ഓൾവേസ് നെഗ്ലെക്ട് മൈ വേർഡ്സ്. എന്ത് ചെയ്യാനാ മാഡം, ഓഫീസ് വിട്ട് ഈ തിരക്കില് ഇലക്ട്രിക് ട്രെയിൻ കയറി ഇവിടെ എത്തുമ്പോഴേക്കും ഈ സമയാവും. അതൊരു എക്സ്ക്യൂസ് അല്ല, ഇതൊരു സ്ഥാപനമാണ്. ഇവിടെ സ്ട്രിക്റ്റ് ആയിട്ട് പാലിക്കേണ്ട ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഞാൻ ഇൻസിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതനുസരിക്കണമെന്ന് എനിക്ക് നിർബന്ധമാണ്. Otherwise you can find out a better place. Okay? എന്റെ തിരുമുൽപ്പാടെ, ഞാൻ ഈ ഓടുന്ന ഓട്ടം നേർക്ക് നേരെ ഓടുകയാണെങ്കിൽ ഇപ്പൊ കോഴിക്കോട്ട് എത്തിയിട്ടുണ്ടാവും. രാവിലെ പൈസ വാങ്ങാൻ വരുമ്പോ ഏത് മരമോന്തനും ഒരു സ്മൈലാ. വൈകുന്നേരം ഇത് തിരിച്ചു വാങ്ങാൻ ചെല്ലുമ്പോഴോ നീർനായന്റെ അടുക്കല്ലേ മുങ്ങണത്. അങ്ങനെയുള്ളവരെ പിടിക്കാനല്ലേ എന്റെ കരിമ്പായി മിടുക്കന്മാരായ 2 അൽസേഷന്മാര്. 10 ഓംലെറ്റല്ലേ 2 ആൾക്കും. ആ ദോഷത്ര വെച്ച് വേണ്ടി വരും. അതും കൂടെ ഒരു പോപ്പത്ത് വേണേ പിന്നെ ഒരു ചോദിച്ചോളല്ലോ.
ഇവറ്റകൾക്ക് തീറ്റ കൊടുത്ത് നിങ്ങൾ മുടിയല്ലോ കരിമ്പായി. ഇവരെ മുമ്പിൽ നിർത്തിയാൽ ഞാൻ നടക്കണേ. ഒരു നോക്കി പൂട്ടാൻ രണ്ടെണ്ണത്തിനെയും അല്ലാണ്ടെന്തൊരു കൊള്ളാം. കളുതകളാണ് രണ്ടും, എന്നാലും നന്ദിയുണ്ട്. ഞാനെന്ന് വെച്ച ജീവനാണ് ഇവറ്റകൾക്ക്. എന്തിന് എന്റെ ശരീരത്തിൽ ഒരു ഈച്ച വന്നിരിക്കാൻ ഇവർ സമ്മതിക്കൂല. സാരമില്ല കരിമ്പായി, അവര് സ്നേഹം കൊണ്ട് ചെയ്തതല്ലേ. ഞാൻ കുറച്ച് പിണ്ണതൈലം തരാം, അത് പെരട്ടി ഒഴിഞ്ഞാ മതി. നീ എന്നെ ഉപദേശിക്കാൻ വേണ്ട, എനിക്ക് ഇഷ്ടമല്ല. ഞാൻ പറഞ്ഞത് തെറ്റ്. പിന്നെ അല്ലാതെ കരിമ്പായി അവൻ അങ്ങനെ വിട്ടാ ശരിയാവില്ല. പുസ്തകം വെക്കണോ, പുസ്തകം വെക്കണോ? കരിമ്പായി നിന്നെ എന്റെ കൈ കിട്ടൂലെന്ന് വിചാരിച്ചോ? അവിടെ മുങ്ങി ഇവിടെ മുങ്ങി കുറെ കാലായി നീ എന്റെ കണ്ണും പെട്ടിച്ച് നടക്കുന്നു. അയ്യോ, ഞാനും 2 ദിവസമായിട്ട് കരിമ്പായി അന്വേഷിച്ച് നടക്കായിരുന്നു. അല്ലേ വിഷ്ണു? വിഷ്ണു, നിനക്ക് ഇന്ന് കടം തന്ന രൂപ ഇങ്ങ് തിരികെ തന്നേരെ. കരിമ്പായുടെ കടം അങ്ങ് തീർത്തേക്കാം. ഏത് രൂപ? ഇന്ന് രാവിലെ ഞാൻ എടാ രാജേന്ദ്ര, വിളവ് നിനക്കാണെങ്കിലും വയസ്സ് എനിക്കാണ്. നീ തരാനുള്ള കാശെട്. കാശ് തരില്ല ഞാൻ പറഞ്ഞില്ലല്ലോ. ആദ്യം ഒന്ന് വിടാൻ പറയാവരോട്. ചോടോ. നീ ഇവിടെ ആർക്കൊക്കെ കാശ് കൊടുക്കാൻ ഇല്ലാത്തതുണ്ട്. ഇവിടുന്ന് തന്നെ എന്റെ കണക്കൊക്കെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അതും കൂടി ചേർത്ത് വസൂലാക്കിയുള്ള കരിമ്പായി. നാണം ഉണ്ടോ നിനക്ക്? എല്ലാവരെയും നക്കാപ്പിച്ച കാശ് മേടിച്ചിട്ട് സേട്ടുവിന്റെ മാളുടെ മുമ്പിൽ ആളാവേണ്ട വല്ല കാര്യമുണ്ടോ? ചിരിക്കല്ലേ എടാ, ഇലനക്കി നായയുടെ കിരിനക്കി നായ വരുത്. വെക്കട പൈസ. മലയാളികൾക്ക് കൂടി നാണക്കേട് ഉണ്ടാക്കുന്ന വിധത്തിലല്ലേ നീ ഇവിടെ ജീവിക്കുന്നത്? അത് മാത്രം പറയരുത്. ഞാൻ മലയാളിയാണെങ്കിൽ നിങ്ങളുടെ എല്ലാം കാശ് തിരികെ തരും. തുമാരാ കാശ് വാപ്പസ് ദേഗാ, തുമാരാ പൈസ ദേഗാ, തുമാരാ പൈസ ദേഗാ और തുമാരാ ഭീ ദേഗാ. എനിക്ക് ഒരു നല്ല കാലം വരും. ഏക് ദിൻ ഹം ബബ്ബെ കാ രാജാ ബനേഗാ. ഇന്ന് ചെലവ് കരിമ്പായുടെ വക ആയിക്കോട്ടെ. എല്ലാവർക്കും ഒരു ആംലെറ്റ് അടിക്കുന്നതിന് എന്നാ ഡബിൾ ആയിക്കോട്ടെ. ആയിക്കോട്ടെ. ഇതൊക്കെ ഒരു തമാശ അല്ലേ കരിമ്പായി? എനിക്ക് സീരിയസാ.